രാഹുൽ ഗാന്ധി ബാറ്റ്മാൻ ആയിട്ട് മാറിയിട്ടുണ്ട്. സാറ് കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ബാറ്റ്മാൻ ആണോ ബാറ്റ്മാൻ? ബാറ്റ്മാൻ, ബാറ്റ്. BAT, ബാറ്റ്മാൻ. അപ്പോ ഇങ്ങനെ അതെ, ഈ പറക്കുന്ന. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ചില നീക്കങ്ങൾ അത് വളരെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി യഥാർത്ഥ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് അല്പമെങ്കിലും പെരുമാറാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ആ ഒരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതുവരെ ഒരു പ്രതിപക്ഷ നേതാവ് ഇല്ല എന്നുള്ളതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ആ ഒരു പ്രതിപക്ഷ നേതാവിന്റെ നിലയിലേക്ക് അദ്ദേഹം ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു നല്ല കാര്യം. എതിർപക്ഷം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ലല്ലോ. അപ്പോ അതിനിടയിലാണ് അദ്ദേഹം സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇറങ്ങുന്നതും അപ്പോഴേക്കും അദ്ദേഹത്തിന് ബാറ്റ്മാൻ എന്നൊക്കെയുള്ള പേര് വീഴുന്നതും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകളൊക്കെ വരുന്നത്. സാർ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? രാഹുൽ ഗാന്ധിക്ക് 56-ാം വയസ്സിൽ ഒരു ഭാവി ഉണ്ടാകുന്നുണ്ടോ? ഭാവി ഉണ്ടാവുന്നെങ്കിൽ നല്ല കാര്യം തന്നെ. ഞാനൊരു ഹസ്തരേഖ നോക്കുന്ന ആളോ അല്ലെങ്കിൽ ജ്യോത്സ്യം അറിയാവുന്ന ആളോ അല്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാവിയെ പറ്റി എനിക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഈ പോക്ക് അപകടകരമായ ഒരു പോക്കെന്ന് എനിക്ക് തോന്നുന്നു തുടങ്ങിയിരുന്നു. ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. അതായത് നിങ്ങളുടെ ഉദാരത എന്ന് പറയുന്നത്, ഔദാര്യം എന്ന് പറയുന്നത് ഒക്കെ ആരംഭിക്കുന്നത് അവനവൻ്റെ വീട്ടുകളിലാണ്. ഇയാളിപ്പോ ഈ വലിയ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചൊക്കെ പറയുന്നു. പക്ഷേ കുടുംബത്തിനകത്തെ സ്ഥിതി നോക്കിയാൽ ആ സ്ത്രീ ശാക്തീകരണവും. കുടുംബത്തിൽ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന നേതാവ് ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയെക്കാളും രാഷ്ട്രീയമായിട്ട് വിദ്യാഭ്യാസമുള്ള ആളാണ്. രാഷ്ട്രീയമായിട്ട് ഭരണകക്ഷിക്ക് കടുത്ത മറുപടി കൊടുക്കാൻ ശക്തയായിട്ടുള്ള ഒരു വനിതയാണ്. തെളിയിച്ചു കഴിഞ്ഞതാണത്. പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിക്കാൻ യോഗ്യയായ ഒരാളാണ്. ആ സ്ഥാനം കൊടുത്തോ? കവർന്നെടുത്തില്ലേ ഇദ്ദേഹം? ഇദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലുള്ള അറിവ്, ചരിത്രത്തിലൊക്കെ അറിവ് വളരെ കുറവാണെന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് പലതും. മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് കോടതികൾക്ക് മുമ്പാകെ പോയി മാപ്പപേക്ഷിച്ചത്. ഇതുപോലെ മാപ്പപേക്ഷിച്ച ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവില്ല. ഗോഡ്സെയെ കുറിച്ച്, സവാർക്കറെ കുറിച്ച്, RSSനെ കുറിച്ചൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം പലവട്ടം രഹസ്യമായും പരസ്യമായും മാപ്പ് പറയേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രവും രാഷ്ട്രീയവുമായിട്ടുള്ള വിവരക്കേടിൻ്റെ ഉദാഹരണങ്ങളാണത് എന്നുള്ളത് സംശയമില്ല. മാപ്പ് ഇനിയിപ്പോൾ പൂനെയിലൊരു കേസ്, കോടതിയിലും കേസ് കിടക്കുന്നുണ്ട് അദ്ദേഹം മാപ്പ് പറയാൻ വേണ്ടിയിട്ട്. അതിൽ നിന്നെല്ലാം കഴിയുന്നത് ഒഴിഞ്ഞു മാറിപ്പോകാനാണ് അദ്ദേഹം നോക്കുന്നത്. വീണ്ടും വീണ്ടും ഈ മണ്ടത്തരങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാലും എനിക്ക് ആ കസേര കയറിയിരിക്കണമെന്ന് കുട്ടികൾ കാണിക്കുന്ന പോലെ ബാലക് ബുദ്ധിയോടുകൂടി ഉള്ള ഒരു വാശി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് വളരാനുള്ള അവസരം കൊടുക്കണമായിരുന്നു. ഈ പാർലമെന്റിൽ വരുമ്പോൾ ചുംബിക്കുകയല്ല, ഉമ്മ വെക്കുകയും കെട്ടിപ്പിടിക്കുകയും അല്ല ചെയ്യേണ്ടത്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിപക്ഷ നേതാവാകാൻ, മോദിയോടൊപ്പം നിൽക്കാൻ, സമശീർഷയായിട്ട് നിൽക്കാൻ യോഗ്യയായ ഒരു സ്ത്രീയാണ്. നമ്മൾ പല അതിനുള്ള അവസരങ്ങൾ അവിടെ കൊടുക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം. അതെ, രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അപ്പൊ അതിന്റെ കണ്ടിന്യൂറ്റി കിട്ടും. വനിതാ സംവരണ ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പാർലമെന്റിൽ നടക്കുമ്പോൾ, അതിനുവേണ്ടി ബില്ല് അവതരിപ്പിച്ചപ്പോൾ 3-2 ഭൂരിപക്ഷം വേണമായിരുന്നു. ആ 3-2 ഭൂരിപക്ഷം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി പരമാവധി ശ്രമിച്ച് അത് വിജയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ലഡ്ഡു വിതരണം ചെയ്ത് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. നഷ്ടപ്പെട്ടത് ആർക്കാണ്? ഇന്ത്യൻ സ്ത്രീവർഗത്തിന്. 3-2 ഭൂരിപക്ഷം എന്നുള്ള അധികാര വിഭജനം കിട്ടുന്നതിൽ നിന്ന് അവരെ ഇല്ലാതാക്കി തീർത്ത ആരായിരുന്നു? ഈ രാഹുൽ ഗാന്ധി തന്നെയാണ്. ശരിയാണ്, നേരത്തെ ഇതുപോലെ സമാനമായ ബില്ല് കൊണ്ടുവന്നിരുന്നു. അന്ന് മുലായം സിംഗ് യാദവാണ് ആ ബില്ല് തട്ടിപ്പറിച്ച് കീറിക്കളഞ്ഞത്. അങ്ങനെ പരാജയപ്പെട്ടതിനെ വിജയത്തിലേക്ക് നയിക്കാൻ മോദി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന് പകരം, സ്ത്രീകളുടെ കരങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന് പകരം കേവലം അതിനെ തോൽപ്പിച്ചുകൊണ്ട് അത് ആഘോഷിച്ച വ്യക്തി വനിതാ സംവരണത്തെക്കുറിച്ചും വനിതാ ശാക്തീകരണത്തെ കുറിച്ചും ഒക്കെ പറയുന്നത് നമുക്ക് ഒരു കോമഡി ആയിട്ട് മാത്രമേ തോന്നാൻ സാധ്യതയുള്ളൂ. സർ, ഞാൻ ചോദിക്കാൻ വന്നത് വേറൊരു കാര്യമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ വിഷയം. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരേ സമയത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഒരു കുടുംബ ചർച്ച എന്നുള്ളത് ഉണ്ടാകും. നമ്മളിവിടെ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ കണ്ടതാണ്. ചാണ്ടി ഉമ്മനും
അച്ചൂമ്മനും വരുന്ന സമയത്ത് അവരെങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്തത്, ആര് ഇറങ്ങണം ആര് ഇറങ്ങണ്ട എന്നുള്ളത്, അത്തരത്തിലുള്ള ഒരു ചർച്ച എന്തായാലും ഒരു സ്വാഭാവികമായിട്ടും ഗാന്ധി കുടുംബത്തിലും ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരിക്കും രാഹുൽ ഗാന്ധി സ്വാഭാവികമായിട്ടും ആദ്യമേ ഇറങ്ങിയിട്ടുള്ളത്. പിന്നീട് ഇപ്പോ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അത് അവിടെ ഉണ്ടായ ഒരു സമവായത്തിന്റെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കില്ലേ. കാരണം എപ്പോഴും പറയാൻ പറ്റുന്ന BJP അല്ലെങ്കിൽ എതിർപക്ഷത്തിന് ഇവർക്കെതിരെ പറയാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത്. കാരണം എപ്പോഴും ചോദിക്കാം, നമുക്കറിയാം സ്വാഭാവികമായിട്ടും സംസാരത്തിലും ഒക്കെയും മിതത്വമുണ്ട് പ്രിയങ്ക ഗാന്ധിക്ക്. മാത്രമല്ല കുറച്ചുകൂടെ കാര്യങ്ങൾ രാഹുൽ പറയുന്നതിനേക്കാൾ പക്വതയോടുകൂടി പറയുന്നുണ്ടാകാം. പക്ഷെ അത് മാത്രമല്ലല്ലോ വേണ്ടിയിരിക്കുന്നത്. അദ്ദേഹം ഇത്രയും നാളായിട്ട് രാഹുൽ ഗാന്ധി വരുന്ന സമയത്ത് വീണ പേര് നമുക്ക് ഓർമ്മയുണ്ട്, പപ്പുമോൻ എന്നായിരുന്നു. പക്ഷെ ആ പപ്പുമോനിൽ നിന്ന് പാർലമെന്റിൽ വെച്ച മോദിയെ കണ്ണിറുക്കി കാണിക്കുകയും പിന്നീട് കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരാളുടെ വളർച്ച എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലൂടെ നമ്മൾ നോക്കുമ്പോഴും മനസ്സിലാകുന്നുണ്ട്. നമുക്ക് അവൻ നിസാരമായിട്ട് ഇപ്പോ തീർത്തും പക്വതയില്ലാത്ത ഒരാളാണ് എന്നുള്ളത് നമുക്ക് കരുതാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയങ്ക ഗാന്ധിയിലേക്ക് തന്നെ വരുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുമായിട്ടുള്ള വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് രാഹുൽ ഗാന്ധി ഒന്നുമല്ല എന്നുള്ളത് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ? അല്ല, ഇപ്പോ ചിരിയാണ് വരുന്നത്. കാരണം അദ്ദേഹം വളർന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് 100% ശരിയാണ്. അന്ന് അദ്ദേഹം എന്തിനു വേണ്ടിയായി ചുംബിക്കുകയും കണ്ണിറുക്കി കാണിക്കുകയും ചെയ്ത ആ ഒരു 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 ബാലിശമായിട്ടുള്ള ആ പ്രവർത്തനം നടത്തിയത്, പാർലമെന്റിന്റെ ഒരു അച്ചടക്കം, അതിൻ്റെ ഒരു ഡിഗ്നിറ്റി, അദ്ദേഹത്തിന്റെ വേഷം പോലും ഡിഗ്നിറ്റി ഇല്ലാത്ത അൺഡിഗ്നിഫൈഡ് ആയിട്ടുള്ള വേഷവുമായിട്ടാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് വരുന്നത്. അതവിടെ ഇരിക്കട്ടെ. സാധാരണ ഒരു ഓഫീസിൽ പോലും ആരും പോകാത്ത വേഷത്തിലാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കോവിലായിട്ടുള്ള ശ്രീകോവിലായിട്ടുള്ള പാർലമെന്റിൽ അദ്ദേഹം വരുന്നതെന്നുള്ളത് നമുക്ക് ക്ഷമിക്കാം. അദ്ദേഹത്തിന്റെ ബാലബുദ്ധിയായിട്ട് ക്ഷമിക്കാം. പക്ഷേ അദ്ദേഹം പറയുന്ന വാക്കുകളിലെ ആ ഒരു വൈരാഗ്യം, വിരോധം വളരെ പ്രകടമാണ്. അദ്ദേഹം മറച്ചു വയ്ക്കാൻ പോലും കഴിയാത്ത ഒരു ബുദ്ധിശൂന്യനാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അദ്ദേഹം ആദ്യം പറഞ്ഞ എന്തിനായിരുന്നു ഉമ്മ വെച്ചതും ഒക്കെ, എന്തിനായിരുന്നു കണ്ണിറുക്കി കാണിച്ചത്, പോട്ടെ, അദ്ദേഹത്തിന്റെ ഒരു ചാബല്യം വിടാം. പക്ഷേ അദ്ദേഹം സ്നേഹത്തിന്റെ കട ഞാൻ തുറക്കും എന്ന് പറഞ്ഞു. അതല്ലേ പറഞ്ഞത്? ഇപ്പൊ എന്തിന്റെ കടയാണ് അദ്ദേഹം തുറന്നിരിക്കുന്നത്? വിദ്വേഷത്തിന്റെ, ശത്രുതയുടെ, പകയുടെ. എന്താ മോദി ചെയ്തത്? ആ കസേരയിൽ 2014 തൊട്ട് ആ കസേരയിൽ ഇരിക്കുന്നു, മാറിക്കൊടുക്കുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടി മാറിക്കൊടുത്താൽ നശിപ്പിക്കുക എന്നുള്ളത് വേറൊരു കാര്യം. അതിനുവേണ്ടിയുള്ള വിദ്വേഷം എങ്ങനെ ഇദ്ദേഹത്തെ മറിച്ചിടാമെന്നുള്ളതിന് വേണ്ടിയിട്ട് ജോർജ് സോറോസിന്റെ പണവും അദ്ദേഹത്തിന്റെ മീഡിയയുടെ സപ്പോർട്ടും തേടാൻ വരെ മടിക്കാത്ത, ചൈനയുടെ പിന്തുണ വരെ തേടാൻ മടിക്കാത്ത ഏതു തന്ത്രവും കുതന്ത്രവും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ, ഇന്ത്യയുടെ വികസനത്തെ നശിപ്പിക്കാൻ, ഇന്ത്യയുടെ ശത്രുക്കളെ വളർത്താൻ, ഇന്ത്യൻ പട്ടാളത്തെ ഡീമോറലൈസ് ചെയ്യാൻ, അവരുടെ വീര്യം ചോർത്തിക്കളയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു കാപാലികനെ പോലെ പെരുമാറുക എന്ന് പറയുമ്പോൾ ദുഷ്ടതയാണ്. ഇത് വിജയിക്കാൻ പോകുന്നത്. ഒരു കാര്യം ഞാൻ പറയാം. അപ്പൊ ഈ വന്ദേ മാതരം എന്ന് പറയുന്ന ആ ദേശഭക്തി വഴിഞ്ഞൊഴുകുന്ന കാലത്തെ കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്യേണ്ടിയിരുന്നത്, അത് പൂർണ്ണമായിട്ടും. പക്ഷേ ആ കോൺഗ്രസ് പാർട്ടിയാണ് മുസ്ലിം ലീഗിന് പോലും ഇല്ലാത്ത അത്രയും എതിർപ്പും കാണിക്കുന്നത്. എന്തിനാ? മുസ്ലിങ്ങളുടെ വോട്ട് മുസ്ലിം ലീഗ് അല്ലാത്തിടത്തും കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം, ഒരു വിഭജന തന്ത്രമാണ്. ആ പാട്ടിന്, ഇന്ത്യയെ മുറിച്ചതുപോലെ ആ പാട്ടിനെ അങ്ങ് മുറിക്കുക. എന്താ, ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്ന ആള് ഒരു ദേശദ്രോഹിയായിരുന്നു? അല്ലല്ലോ. ഏതെങ്കിലും തീവ്രവാദ പ്രസ്ഥാനത്തിന് വേണ്ടി പിടിക്കപ്പെട്ട ആളാണോ അദ്ദേഹം? ഒരാൾ ഭാരതത്തെക്കുറിച്ച് എഴുതിയ അതിൽ ശരിക്കുമുള്ളത് വന്ദേ മാതരത്തിലാണ് ശരിക്കും ഒരു സ്ത്രീ സ്വത്വം ഉള്ളത്. സകല ദേവി, ദുർഗ ഉൾപ്പെടെ സകല ദേവീ ദേവന്മാരെ പോലെയാണ് ഭാരതമെന്നാണ് അതിനകത്ത് പറയുന്നത്. അല്ലാതെ അതിനകത്ത് യാതൊരു വർഗീയ വിദ്വേഷം ഹിന്ദുക്കളുടെ മാത്രമാണ് ഇന്ത്യ എന്നോ മറ്റുള്ളവരുടേതല്ല, ഹിന്ദു എന്നുള്ള വാക്കിന്റെ പരാമർശം പോലുമില്ല. പിന്നെന്തിനാണ് ഇത്ര ഹിന്ദു വിരോധം ആ വന്ദേ മാതരത്തിനോട് കാണിക്കുന്നത്? അമ്മയെ വണങ്ങുന്നു എന്നാണ്, അമ്മ എന്നുള്ള ഭാവത്തിനോടുള്ള ആ വിരോധം. വാസ്തവത്തിൽ ആ വിരോധമാണ് വന്ദേ മാതരത്തിനോട് കാണിക്കുന്നത്. എന്നിട്ടാണ് ഇദ്ദേഹം സ്ത്രീഭാവത്തിന്റെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് പറയുന്നത്. എന്തൊരു ബ്ലണ്ടറാണത്! അത് ജനഗണമന, അതിന്റെ കുറ്റം ഞാൻ പറയില്ല.
ജനഗണമന അധിനായക. നായക എന്നുള്ളത് എന്ത് വാക്കാണ്? ഏത് ലിംഗമാണ്? പുല്ലിംഗമാണ്. അതിൽ മുഴുവനും ഉള്ളത് സ്ത്രീഭാവമല്ല, പൗരുഷഭാവമാണുള്ളത്. അതിനായക ജയഹേ എന്നൊക്കെ പറയുമ്പോൾ അതൊരു സൈനിക ശക്തിയുടെ, ഒരു ആണത്വത്തിൻ്റെ, പൗരുഷത്തിൻ്റെതായിട്ടുള്ള ശബ്ദമാണ് ഇതിൽ മൊത്തത്തിൽ കാവ്യത്തിൻ്റെ ആത്മാവായിട്ട് തോന്നുന്നത് എന്ന് എൻ്റെ പരിമിതമായിട്ടുള്ള ആ ഭാഷയുടെ അറിവിൻ്റെ പേരിൽ ഞാൻ പറയുകയാണ്. ആ മാതൃഭാവം ശരിക്കും തുടിക്കുന്ന ഒരു ദേശഭക്തി ഗീതത്തെ അവഗണിച്ചില്ലാതാക്കിയ ദുർഗ എന്ന് പറയുന്ന, ശക്തി എന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ശക്തി എന്നുള്ളതിൻ്റെ മറ്റൊരു പേരാണ് ദുർഗ. ആ ഭാവമുള്ള ഇന്ത്യയുടെ സ്വത്വം അതുതന്നെയാണ്. ഇന്ത്യയിലെ പാവപ്പെട്ട ഗിരിജനങ്ങളായിട്ടുള്ള ആദിവാസികൾ മുഴുവൻ അവരുടെ മലദൈവങ്ങളായിട്ട് ആരാധിക്കുന്നതും നമ്മൾ ഈ ദുർഗ എന്നുള്ള പേരിൽ ആരാധിക്കുന്നതും സരസ്വതി എന്നുള്ളത് സകലവിധമായ വിദ്യയുടെയും വിളതലമായിട്ടുള്ള സരസ്വതി വരെയും ആ ഭാവം, ആ ദേവീഭാവം, സ്ത്രീഭാവം ഉൾക്കൊള്ളുന്നതാണ്. അപ്പൊ അതിനെയെല്ലാം നിരാകരിച്ചുകൊണ്ട് ഒരു വെസ്റ്റേൺ കൾച്ചറിന്റെ ഉടമയായിട്ട് പോയിട്ടുള്ള ആള് സ്ത്രീ ശക്തി, അതിനെ അവർ സ്വന്തം ഇടത്തിനായി പോരാടണം. അവർ സ്വന്തം ഇടത്തിനായിട്ട് പോരാടണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾ പോരാടത്തില്ല, നിങ്ങൾ വേണമെങ്കിൽ പോരാടിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? പ്രിയങ്ക ഗാന്ധി സ്വന്തമായിട്ട് പോരാടി വന്നിട്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കണം. അവർ നേരത്തെ UP മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ യോഗ്യയായിട്ട് ആളായിരുന്നു. അവരെ ആക്കാമായിരുന്നു. അതിന് പ്രിയങ്കയെ മുഖ്യമന്ത്രിയെ അവതരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ നാണംകെട്ട പരാജയം കോൺഗ്രസിനുണ്ടാവില്ല. അവിടെ പ്രതിപക്ഷ നേതാവായിട്ടിരുന്നു കൊണ്ട് വളർന്നിട്ട് UPയുടെ മുഖ്യമന്ത്രിയായിട്ട് പിന്നെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാവുമായിരുന്നു. ഇതായിരുന്നു കോൺഗ്രസ് ചെയ്യേണ്ടിരുന്നത്. അന്ധമായിട്ട് മോദിയെ ചീത്ത പറയുന്നു, തെറി പറയുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഒരാളെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കുന്നത് കൊണ്ട് സന്തോഷിക്കുന്നത് BJPയും സംഘപരിവാറുമാണ്. സംഘപരിവാർ അവരുടെ ആസ്ഥാനങ്ങളിലെല്ലാം സന്തോഷിക്കുന്നത് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതാവായിട്ട് വിലസുന്നതുകൊണ്ടാണ്. കാരണം അദ്ദേഹം പറയുന്ന വിഡിഗ്ധങ്ങൾ, കാണിക്കുന്ന മണ്ടത്തരങ്ങൾ, ഇതൊക്കെ കൊണ്ടാണ് BJPയുടെ വളർച്ച ഇത്രയും ശക്തമായിട്ട് നിലനിൽക്കുന്നത്. കാരണം BJPയെ നേരിടാനുള്ള ആശയപരമായിട്ടുള്ള യാതൊരു സമ്പത്തും അദ്ദേഹത്തിനില്ല. മറിച്ച് ധിഷണാപരമായിട്ടുള്ള സമ്പത്തുമില്ല. മറിച്ച് കുറെയെങ്കിലും പ്രാക്ടിക്കലായിട്ട് അതുള്ളത് പ്രിയങ്ക ഗാന്ധിക്കാണ്. എല്ലാവരും പറയുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ദിരാഗാന്ധിയുടെ ഒരു ഛായ ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടേതായിട്ടുള്ള ഒരു തൻ്റെ ഇടവും ഉണ്ട്. പിന്നെ അടിയന്തരാവസ്ഥയിലേക്ക് അത് വീണ്ടും പോയിരുന്നാൽ മാത്രം മതി. ആ ഒരു ഭാവം അവർക്കുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ഭാവം ആ കുടുംബത്തിൽ വളർന്നതുകൊണ്ട് അതിൻ്റെ ഫലമായിട്ടായാലും ഉണ്ട്. കുടുംബഭരണമായാലും വേണ്ടില്ല പണ്ടാരം അടങ്ങാൻ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് മറ്റേയാളെ ചമച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇല്ലാതാവും. രാജ്യത്തിനൊന്നും സംഭവിക്കില്ല. മോദിയുടെ ഭൂരിപക്ഷം 2/3 4/3 ആയിട്ടൊക്കെ ഉയരും. പക്ഷേ കോൺഗ്രസ് ഇല്ലാതാവും. ആ ഒരു സങ്കടം കൊണ്ട് പറയുക, രാഹുൽ ഗാന്ധിയെ വയ്ക്കാം, പ്രതിപക്ഷ നേതാവായിട്ട് തുടരാം, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യാം. ഈ മണ്ടത്തരങ്ങളുടെ രാജകുമാരനെ വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന് തകർച്ച. കോൺഗ്രസ് തകരണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളായതുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന സ്ത്രീ ശാക്തീകരണം ഒന്നും ഇപ്പോൾ പൊക്കിയെടുക്കേണ്ടതല്ല. നിങ്ങൾ വനിതാ സംവരണ ബില്ലിൻ്റെ കാലത്ത് ആത്മാർത്ഥത തെളിയിക്കണം. വെറുതെ പൊള്ളയായിട്ടുള്ള വാക്കുകൾ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ?